ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആർട്ടിഫിഷ്യൽ പോളിനേഷനാണ് നോക്കുന്നത്. എക്സാമിൻ ദ സ്റ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഷോൺ ബിലോ. ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ, റിമൂവ് ദ സ്റ്റാഗ്മെൻറ്റ് ഫ്രം ദ ഫ്ലവർ ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ. എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കൃത്രിമ പരാഗണം എന്നാണ് മലയാളം. ഓക്കെ, എന്താണ് കൃത്രിമ പരാഗണം? എന്താണ് സെൽഫ് പോളിനേഷൻ തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ സ്റ്റാഗ്മെൻറ്റ് മുറിച്ചു മാറ്റുന്നു. കണ്ടില്ലേ നിങ്ങൾ ആ ചിത്രത്തിൽ അവർ ചെയ്യുന്നത്? സ്റ്റാഗ്മെൻറ്റ് എടുത്ത് കളയാണ്. ഓക്കെ, ഇനി അടുത്തത്, ദ ഫ്ലവർ ഈസ് വാർപ്ഡ് വെൽ ടു പ്രിവെൻറ്റ് ദ പോളിൻ ഗ്രെയിൻസ് ഫ്രം അതർ ഫ്ലവേഴ്സ് ഫോളിങ് ഓൺ ഇറ്റ്. ഈ പൂവിൽ നിന്ന് മറ്റു പൂക്കളിൽ നിന്നുള്ള പോളിൻ ഗ്രെയിൻസ് എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. ഓക്കെ, ഇനി അടുത്തത്, പോളിൻ ഗ്രെയിൻസ് ഫ്രം ദി ഫ്ലവേഴ്സ് ഓഫ് ദി പ്ലാന്റ് ബിലോങ്ങിങ് ടു ദ സെയിം സ്പീഷ്യസ് ബട്ട് ദ ഹാവിങ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആർ കളക്റ്റഡ് യൂസിങ് എ ബ്രഷ്. എന്താണ് ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണമേന്മയുള്ള ചെടികളിൽ നിന്ന് ചെടികളുടെ പൂവിൽ നിന്ന് പോളിൻ ഗ്രെയിൻസ് ബ്രഷിൽ ശേഖരിക്കുകയാണ്. ഓക്കെ, pollen grains thus collected are deposited on the stigma of flowers which is to be pollinated artificially. എന്താ ഈ ശേഖരിച്ച ഈ പോളിൻ ഗ്രെയിൻസ് എന്ത് ചെയ്യണം? അവർ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്തേക്ക് പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ ഫ്ലവർ ഈസ് വാർപ്ഡ് അഗെയിൻ ടു പ്രിവെൻറ്റ് ദ പോളിനേഷൻ ഫ്രം അതർ പ്ലാന്റ്. എന്താണ് അവർ പിന്നെയും എന്ത് ചെയ്യുന്നു? മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി അവരെന്ത് ചെയ്യുന്നു? പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വെൻ ഷുഡ് ദീസ് ആക്ടിവിറ്റീസ് ബി പെർഫോംഡ്? പുട്ട് ഇറ്റ് ടിക്ക് മാർക്ക്. ഡിസ്കസ് ദ റീസൺ. എന്താ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബ്ലൂമിങ്, ആഫ്റ്റർ ദ ഫ്ലവർ ഹാസ് ഫുള്ളി ബ്ലൂംഡ്, വെൻ ദ ഫ്ലവർ ബിലോങ് ടു ബെറ്റർ. എന്താ പറയുന്നത്? ഈ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് എപ്പോഴാണ്? അനുയോജ്യമായ കോളങ്ങളിൽ ടിക്ക് ചെയ്യുക. എപ്പോഴാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്? പൂവ് നന്നായിട്ട് വിരിഞ്ഞ ശേഷം അല്ലേ? അതാണ് ആഫ്റ്റർ ദ ഫ്ലവർ ഹാവ് ഫുള്ളി ബ്ലൂംഡ്. ടിക്ക് ചെയ്യുക കേട്ടോ. ഇനി എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് നോക്കാം. ഹൈബ്രിഡൈസേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ് ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ് ടു പ്ലാന്റ്സ് വിച്ച് ഹാവ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് and belonging to the same species from the seed thus produced. Those with the superior quality are collected. These are the hybrid seeds. എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ ഒരേ വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണമുള്ള രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഹൈബ്രിഡൈസേഷൻ. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യും? ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് എന്ത്? ഹൈബ്രിഡ് സീഡ്സ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്തത്, let us get familiar with the certain hybrid seeds. Plant chilli ujjwala ജ്വാലാമുഖി, പി ജ്യോതിക ഭാഗ്യലക്ഷ്മി, പാടി പവിത്ര അന്നപൂർണ, കോക്കനട്ട് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര, ലേഡീസ് ഫിംഗർ സൽകീർത്തി കിരൺ. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹൈബ്രിഡ് സീഡ്സിന് ഉള്ള പേരുകളാണ്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഓരോന്നിൻ്റെയും ഓരോ പേരുകളാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ആർട്ടിഫിഷ്യൽ റിസർച്ച് സെൻറ്റർ ആൻഡ് ദ സുപ്പീരിയർ ക്വാളിറ്റി സീഡ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഇങ്ങനെ ഹൈബ്രിഡൈസേഷനിലൂടെ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് അവർ നൽകുന്നു കേട്ടോ. ഇനി അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സാണ് താഴെ തന്നിരിക്കുന്നത്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി KAU മണ്ണൂത്തി തൃശ്ശൂരാണ്. ഓക്കെ, നോക്കാം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റർ ഇൻ കേരള. ഇൻ മെയിൻ ആക്ടിവിറ്റീസ് ആർ
conducting research on the varieties of crops, animals, birds, etc., and the knowledge of dissemination programs. The Regional Research Center of Kerala Agricultural University are functioning in the different parts of the states. എന്താ പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. എന്താ അവിടെ പ്രധാനമായി അവിടുത്തെ എന്തൊക്കെ സാധനങ്ങളെ വിളയിച്ചെടുക്കുന്നത്? എന്താണ്? ക്രോപ്സ്, ആനിമൽ, ബേർഡ്സ്, എക്സെട്ര. ഓക്കെ, ഇനി അടുത്തത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് സെൻറ്റർ CTCRI എന്താണ്? ശ്രീകാര്യം, തിരുവനന്തപുരത്താണ്. കൾട്ടിവേഷൻ ആൻഡ് റിസർച്ച് ഓൺ ട്യൂബർ ക്രോപ്സ് ആൻഡ് കണ്ടക്റ്റഡ് ദർ. എന്താണ്? കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഓക്കെ, അത് ഇനി അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് RRII കോട്ടയാണ്. ഡെവലപ്മെൻറ്റ് ഹൈ ഈൽഡ് വെറൈറ്റീസ് ഓഫ് റബ്ബർ പ്ലാന്റ് സിറ്റുവേറ്റഡ് ഫോർ ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയാസ്. എന്താണ്? വ്യത്യസ്ത ഇനം ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യമായ റബ്ബർ തൈകൾ വികസിച്ചെടുക്കുന്ന സ്ഥലമാണ്. ഓക്കെ, ഇനി സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPCRI കാസർഗോഡാണ്. കണ്ടക്റ്റഡ് റിസർച്ച് ഓൺ കോക്കനട്ട്, ആർക്കനട്ട് ആൻഡ് കൊക്കോ. എന്താണ്? കൊക്കോ പിന്നെ കോക്കനട്ട്, ആർക്കനട്ട്, ഓക്കെ, അടയ്ക്ക എന്നിവയൊക്കെ വികസിപ്പിച്ചെടുക്കുന്ന സ്ഥലമാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് കാര്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ എന്താ പറയുക, അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സിൻ്റെ പേര് പഠിച്ച് വയ്ക്കുക, എവിടെ സ്ഥലം എന്ന് പഠിച്ച് വയ്ക്കുക, എന്തൊക്കെ കൃഷിയാണ് ഓരോ റിസർച്ച് സെൻറ്ററിലും ഉള്ളതെന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത ഭാഗം നോക്കാം. Is there any agricultural research center in your locality? Organize a study tour to an agricultural research center or a plant nursery. എന്താണ്? നിങ്ങളുടെ പ്രദേശത്ത് എന്തെങ്കിലും കാർഷിക ഗവേഷണ കേന്ദ്രം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്കോ നഴ്സറിയിലേക്കോ ഒരു പഠനയാത്ര ശേഖരിച്ച് വിവരങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സീഡ് ആൻഡ് ഈൽഡ്. ഓക്കെ, ലിസൺ ടു ദ കോൺവെർസേഷൻ. രണ്ട് കുട്ടികൾ തമ്മിലുള്ള കോൺവെർസേഷൻ ഒന്ന് നോക്കൂ. എന്താണ് പറയുന്നത്? ദിസ് വെറൈറ്റി ഓഫ് സൽകീർത്തി സീ ദ പ്ലാൻ ഈസ് ഫുൾ ഫ്രൂട്ട്സ്, ഡു യു സീ ദാറ്റ്? ആ കുട്ടി പറയുകയാണ് എന്താണ്? ഇത് സൽകീർത്തി ഇനത്തിൽപ്പെട്ടതാണ്, ഇത് നിറയെ കായ്കൾ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ കുട്ടി കൃഷി ചെയ്തത് സൽകീർത്തിയുള്ള വെണ്ടയ്ക്കയാണ്. അപ്പോൾ അത് എന്താണ്? നിറയെ കായ്കൾ കണ്ടോന്ന്. അപ്പോൾ ആ ആൺകുട്ടി പറയാന്ന്, ഐ ഹാഡ് ഓൾസോ പ്ലാന്റഡ് ദി സൽകീർത്തി ബട്ട് ദ ഈൽഡ് ഈസ് ലോ. എന്താണ്? ഞാനും സൽകീർത്തി ഇനം തന്നെയാണ് നട്ടത്, പക്ഷേ വിളവ് കുറഞ്ഞു പോയി എന്ന് പറയുകയാണ്. ഓക്കെ, ബോത്ത് ഓഫ് പ്ലാന്റഡ് ദ സെയിം വെറൈറ്റി ഓഫ് ലേഡീസ് ഫിംഗർ വെൻ then the yield from the plant of one child is low. വാട്ട് മേ ബി ദ റീസൺ? എന്തായിരിക്കും അതിൻ്റെ റീസൺ? ഒരു കുട്ടിക്ക് നല്ല വിളവ് കിട്ടി, ഒരു കുട്ടിക്ക് കുറച്ച് വിളവ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ പറയുമ്പോൾ അവർ സൽകീർത്തി ഇനത്തിൽപ്പെട്ട വെണ്ടയ്ക്കാണ് കുഴിച്ചിട്ടത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താന്ന്. ക്യാൻ യു ക്വാളിറ്റി സീഡ് അലോങ് ഗീവ് എ ബെറ്റർ ഈൽഡ്? വാട്ട് അതർ തിങ്സ് ആർ ടു ബി കൺസിഡേർഡ് ഫോർ എ ബെറ്റർ ഈൽഡ്? എന്താണ്? എന്തൊക്കെ കാര്യങ്ങൾ, നല്ല വിളവ് ലഭിക്കാൻ നമ്മൾ മികച്ച ഇനം വിത്ത് മാത്രം നോക്കിയാൽ മതിയോ? പോരല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നൽകണം? എന്തൊക്കെ കാര്യങ്ങൾ നൽകണം? ഫെർട്ടൈൽ സോയിൽ നൽകണം, പെസ്റ്റ് കൺട്രോൾ, പിന്നെന്താ ഫേവറബിൾ ക്ലൈമറ്റ്, പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസർ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ക്ലാസ്സിൽ ഫെർട്ടൈൽ സോയിൽ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.